ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇൻദൂസ് വ്ളോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇത് എണീറ്റ് ഞാൻ പല്ലൊക്കെ തേക്കാൻ പോവുകയാണ്. സമയം ഒരു 6 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഞാൻ എണീക്കുന്നത്. അധികം നേരത്തെ എണീക്കാറൊന്നുമില്ല, കാരണം നമുക്കിവിടെ പെട്ടെന്ന് ആർക്കും എങ്ങോട്ടും പോകേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം നേരത്തെ ഒന്നും എണീക്കാറില്ല കേട്ടോ. അപ്പോൾ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് വെള്ളം കുടിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഞാൻ ഇന്നും കുടിക്കും, അതൊരു ശീലമായി പോയിട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വെള്ളം കുടിച്ചില്ലെങ്കിൽ ആകെ എന്തോ പോലെയാണ് രാവിലെ. അപ്പോൾ നല്ല മഴയാണ്, ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയാണല്ലോ. അപ്പോൾ രാവിലെ നല്ല തണുപ്പും, അതുകൊണ്ട് എണീക്കാനൊക്കെ ഭയങ്കര മഴയാണ്. പുറത്ത് വന്ന് നിന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു, എന്നിട്ടാണ് ഓരോ പണികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പാത്രം കഴുകാനുണ്ട്. കുറച്ച് പാത്രങ്ങൾ ഓൾറെഡി കഴുകാനുണ്ടായിരിക്കും, അപ്പോൾ അത് രാവിലെ തന്നെ അങ്ങ് പെട്ടെന്ന് കഴുകി വയ്ക്കും. അപ്പോൾ അതിന് ശേഷം ഫസ്റ്റ് ചായ ഇടാനാണ് പോകുന്നത്. ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചു, അതിൻ്റെ കൂടെ തന്നെ ചായ ഇടും. ഫസ്റ്റ് ഒരു കാലി ചായ കുടിക്കും, എന്നിട്ടാണ് പിന്നെ നമ്മൾ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ചായ വേറെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ റവയുടെ ഉപ്പുമാവാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പമാവുമല്ലോ, പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അമ്മ എണീറ്റിട്ട് അടിച്ചു വാരലും പിന്നെ കുളിച്ച് വിളക്ക് വെക്കുന്ന ആ പരിപാടിയൊക്കെ അമ്മയാണ് കേട്ടോ ചെയ്യുന്നത്. രാവിലെ മുറ്റവും അകവും എല്ലാം അടിച്ചു വാരിയതിന് ശേഷം കുളി കഴിഞ്ഞ് വിളക്ക് വയ്ക്കുന്ന അമ്മയാണ്. ഞാൻ എണീറ്റ് ഇതുപോലെ അടുക്കളത്തെ പരിപാടികളൊക്കെ നോക്കും. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി കേട്ടോ. അപ്പോൾ മഴ നല്ല തകർത്ത് പെയ്യാണ്, ഭയങ്കര തണുപ്പും. ഭാഗ്യത്തിന് എന്തോ കറണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് കുറച്ച് തന്നെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇത്ര കുറച്ച് ഉണ്ടാക്കിയാലും പിന്നെ ബാക്കിയാവും, അതുകൊണ്ട് വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഉപ്പുമാവിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് റോബസ്റ്റ് പഴവും പപ്പടം കാച്ചിയതുമാണ് കേട്ടോ. അങ്ങനെ ഇന്ന് ഉപ്പുമാവ് ആയതുകൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു, വേഗം കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ദർശപ്പൻ എണീറ്റ് വന്നിരുന്നു. അവൻ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം ഇതേപോലെ പുറത്തേക്കൊക്കെ നോക്കി നിൽക്കും. മഴയായതുകൊണ്ട് പ്രത്യേകിച്ച് അവന് മഴ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവന് പല്ല് തേപ്പിക്കാൻ ചെറിയൊരു ബഹളമൊക്കെ ഉണ്ട്. കൂടുതൽ നേരം നിന്ന് തേക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവന് കൊടുക്കണം. അവന് ഭയങ്കര ഇഷ്ടമായി. അവൻ ഈ 3ഉം കൂട്ടി കഴിച്ചപ്പോൾ, റോബസ്റ്റ് പഴം ഉപ്പുമാവും പപ്പടവും കൂട്ടി കഴിച്ചപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവനെല്ലാം പൊതുവേ കഴിക്കുന്ന ആളായതുകൊണ്ട് അവൻ എന്തും കഴിച്ചോളും. ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ആരും ഞെട്ടിപ്പോണ്ട, കാരണം മഴക്കാലം ആയതുകൊണ്ട് മിക്ക വീടുകളിലും അവസ്ഥ ഇതാണെന്ന് അറിയാം. എവിടെ സ്ഥലമുണ്ടോ അവിടെ എല്ലാം തുണികൾ കൊണ്ടിടും. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ, നിറച്ച് തുണികൾ വിരിച്ചിട്ടിട്ടുണ്ട്, അല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല. അപ്പോൾ അങ്ങനെ അച്ചമ്മ വന്നിട്ട് അച്ചമ്മയോട് സംസാരിച്ചിരിക്കുകയായിരുന്നു അമ്മ. അച്ചമ്മ മിക്ക ദിവസവും വരാറുണ്ട്, നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെയാണ് അച്ചമ്മയുടെ വീട് കേട്ടോ. അങ്ങനെ ചോറിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാറായി. അപ്പോഴേക്കും അച്ഛൻ പുറത്ത് പോയി വന്നിരുന്നു. അച്ഛൻ പുറത്ത് പോയി വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടൊരു മീനോ ചിക്കനോ എന്തെങ്കിലും, അധികം മീൻ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നതിന് ശേഷം കറിക്കുള്ളത് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അച്ഛനത് ചിക്കനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കി കുറച്ച് സാധനങ്ങളും പച്ചക്കറി സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് ചിക്കനൊക്കെ ഞാൻ അവിടെ കൊണ്ട് വെച്ചു. എന്നിട്ട് കറിക്കുള്ളത് ഞാൻ അച്ഛന് നേരത്തെ റെഡിയാക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോഴേക്കും അമ്മ ദർശപ്പനെ കുളിപ്പിക്കുകയാണ്. എണ്ണയൊക്കെ തേപ്പിച്ച്, വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എണ്ണ തേപ്പിച്ച് അവനെ കുളിപ്പിച്ചു അമ്മ. അപ്പം ഞാനതിൻ്റെ ഇടയിൽ അടിച്ചു വാരി തുടക്കലും പരിപാടിയായിരുന്നു. അതുകൊണ്ട് അച്ഛനാണ് കറികളൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അച്ഛന് റെഡിയാക്കി കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ വറുത്തതുമാണ് ഇന്നത്തെ ഉച്ചത്തിലെ കറി കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡി ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാറായി. ഞാൻ ചോറ് കഴിച്ചില്ല, ഞാൻ ചപ്പാത്തിയും പിന്നെ കപ്പ ഉണ്ടായിരുന്നു, കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 കഷ്ണം കപ്പയും ചപ്പാത്തിയാണ് കഴിച്ചത്. നല്ല മഴയായിരുന്നു. അങ്ങനെ ഒരു ഉച്ചോർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് വൈകുന്നേരം ഒരു 4-4:30 ആയി കേട്ടോ. അപ്പോഴും മഴയ്ക്കൊരു കുറവുമില്ല. ചായയൊക്കെ വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിക്കുകയാണ്. ചായ കുടി കഴിഞ്ഞതിന് ശേഷം ഞാൻ വെയിറ്റ് ലോസ് ജേണിയുടെ ഭാഗമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 1 മാസത്തോളമായി ഇപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. വർക്കൗട്ട് മാത്രമല്ല, ഫുഡ് കൺട്രോളിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം, കാരണം അതിൻ്റെ റിസൾട്ട് പറയാനായിട്ടില്ല. നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ട് ഞാനതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എക്സസൈസൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം പിന്നെ TV കണ്ടിരിക്കുകയായിരുന്നു. സീരിയലും കാര്യങ്ങളൊക്കെ 2-3 സീരിയലൊക്കെ വയ്ക്കാറുണ്ട്. ഹലോ സുഖല്ലേ? ഹലോ സുഖല്ലേ? ഹലോ ഹലോ സുഖല്ലേ? ദർശക്കുട്ട സുഖല്ലേ? ഹലോ ഹലോ
എന്താ കിട്ടാത്തത് ദർശോ? അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഉറങ്ങാൻ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.